സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിങ്ങാണ് നടന്നിട്ടുള്ളത്. പല മണ്ഡലങ്ങളിലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ കേന്ദ്ര വിരുദ്ധത, അത് ജനങ്ങൾ നല്ല രീതിയിൽ ഈ വോട്ടിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് പലപ്പോഴും കിട്ടേണ്ട വിഹിതങ്ങളൊക്കെ തന്നെ തടഞ്ഞു വയ്ക്കുകയും ആ വിഹിതങ്ങൾ നേടിയെടുക്കുന്നതിൽ UDF പരാജയപ്പെട്ടു. അതെല്ലാം തന്നെ ജനങ്ങൾ കൃത്യമായി തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു കേന്ദ്രത്തിലെ ഈ ഭരണ സംവിധാനത്തിൽ അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ നരേന്ദ്രമോദി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ, എല്ലാവരെയും ഒന്നായി കാണുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രസംഗം നല്ല രീതിയിൽ ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ അസംതൃപ്തിയുണ്ട്. അതെല്ലാം തന്നെ ADFന് നല്ല രീതിയിൽ LDFിൻ്റെ വോട്ടിങ്ങിൽ തന്നെ അത് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ അവർക്ക് വിനയായിട്ടുണ്ട്. ഇപ്പോൾ പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവർ രാജ്യത്തെ ജനങ്ങളോടുത്ത നിലപാടുകൾ അത് അവർക്ക് വിനയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് നല്ല മെജോറിറ്റിയോടുകൂടി നമ്മുടെ MP മാരെ പാർലമെൻറ്റിൽ അയക്കാൻ കഴിയും. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പോൾ ചെയ്യാൻ ബാക്കിയുള്ള UDFിൻ്റെ വോട്ടുകളാണ്. LDFിൻ്റെ മുഴുവൻ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ 95% വോട്ട് നമ്മൾ പോൾ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നഷ്ടം വന്നിട്ടുള്ളത് UDFിനാണ്. UDFിൻ്റെ പല വോട്ടിംഗ് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ വോട്ട് ചെയ്യാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നേതൃത്വത്തിലുള്ള ഒരു അസംതൃപ്തിയാണ്. അത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവവികാസത്തിൽ ദുഃഖിതരായുള്ള ധാരാളം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥയാണെങ്കിൽ മുസ്ലിം ലീഗുമോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന പ്രവർത്തകർ അവരൊന്നും തന്നെ വോട്ട് ചെയ്തില്ല. പലരും വോട്ടിൽ നിന്ന് മാറി നിന്നു. അതൊക്കെ തന്നെ മുമ്പ് കാലങ്ങളിൽ മുസ്ലിം ലീഗിന് വന്നിരുന്ന വോട്ടുകളാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് അത് മുസ്ലിം ലീഗിനെയാണ് ബാധിക്കാൻ പോകുന്നത്, UDFിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ UDFിൻ്റെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നതിലോ ഓടി നടന്ന് വോട്ടുകൾ ശേഖരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ പിന്നോക്കമായിരുന്നു. നമുക്ക് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവിടെ UDFിനെതിരായിട്ടുള്ള ഒരു അസംതൃപ്ത വിഭാഗം വലിയ രീതിയിൽ ഇത്തരം രൂപം കൊണ്ടിട്ടുണ്ട്. അത് പിന്നെ അവർക്ക് ക്ഷീണം ചെയ്യും എന്നുള്ളതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ അംശയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിച്ചു എന്നുള്ള കേരളത്തിൽ പൊതുവെ LDFിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി പൊന്നാനിയിലും ആ മാറ്റം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. തീർച്ചയായും മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടിയാണ് മലപ്പുറം ജില്ലയിൽ വരാൻ പോകുന്നത്. നോക്കൂ, ഇപ്പം വാസിഫിനെ പോലെ ആളുകളെ സ്ഥാനാർത്ഥിയെ പോളിംഗ് ബൂത്തിൽ കയറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്താ ഉത്തരേന്ത്യയാണ്? ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ ചെയ്യുന്ന അതേ പണിയല്ല ഇവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നത്. ഇവിടെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതൊക്കെ അനുവദിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ തെറ്റായ അത്തരം പ്രവണതകൾ ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, വസീഫിനെ പോലെയുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്താനൊന്നും മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. അങ്ങനെ തോന്നൽ അവർക്കുണ്ട്. അതൊക്കെ മഞ്ചേരിയിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഈ കാര്യത്തിൽ. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, കേരളം കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോയിട്ടുള്ളത്. ഈ വോട്ടിംഗ് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ മെജോറിറ്റി LDFിനുണ്ടാവും. അത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഉപയോഗപ്പെടുത്താനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കും.